പ്രൈസ് IFM മിഷൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ IFM മിഷന്റെ ട്രസ്റ്റിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. പ്രത്യേകിച്ച് ഒരു ഭവനത്തിലെ ഒരു ആൾക്കാര ഞങ്ങൾ കാണുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഒരു മനോഹരമായ ഇടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ജെയിംസ് ചേട്ടൻ. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു പ്രാർത്ഥനായുഗത്തിന് പ്രചോദനം കിട്ടിയത് അദ്ദേഹം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, എന്റെ പേര് ജെയിംസ്. ഞാനൊരു സർക്കാർ എഞ്ചിനീയറാണ്. അതിലുപരി ഞാനൊരു വചന പ്രഘോഷനും കൂടിയാണ്. കർത്താവ് തരുന്ന ആരോഗ്യവും സമയവും സന്ദർഭവും എല്ലാം കർത്താവിന് വേണ്ടി ഓടി നടക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് സ്വന്തമായൊരു വീടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നിന്നപ്പോൾ തന്നെ വീടിനായി ഞാൻ ആദ്യം തെരഞ്ഞെടുത്തത് ഒരു പ്രാർത്ഥനാ മുറിയായിരുന്നു. പ്രാർത്ഥനാ മുറി എങ്ങനെ സജ്ജീകരിക്കാം, കർത്താവിന് വേണ്ടി ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ മുറി എങ്ങനെ സജ്ജീകരിക്കാം, അതായിരുന്നു എന്റെ ചിന്തയിലുണ്ടായത്. ഈ സ്ഥലം ഞാൻ പലപ്പോഴും വിൽക്കാൻ വേണ്ടി നോക്കിയിരുന്നപ്പോഴെല്ലാം ഇത് വിൽപ്പന നടന്നിരുന്നില്ല. കാരണം ഇത് പ്രത്യേക ഷേപ്പുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ കർത്താവ് എനിക്ക് കൃത്യമായൊരു പ്ലാൻ പറഞ്ഞു. കർത്താവിന്റെ ആ നിർദ്ദേശം അനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാൻ തയ്യാറാക്കി ഏറ്റവും ആദ്യം ഞാനൊരു എഞ്ചിനീയറാണെന്ന് പറഞ്ഞല്ലോ, ആദ്യം ഞാൻ വരച്ചത് പ്രയർ റൂമായിരുന്നു. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെയായിരുന്നു ഞാൻ ഈ വീട് മുഴുവൻ സജ്ജീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് പരിശുദ്ധ മാതാവിന്റെ ഒരു ഗ്രോട്ട വെച്ചിട്ടുണ്ട്. ഇത് മാതാവ് നൽകിയൊരു സന്ദേശമായിരുന്നു, ഇവിടെ സ്വീകരിക്കാൻ ഞാനുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചാണ് നമ്മുടെ മാതാവിന്റെ ഒരു ഗ്രോട്ട വെച്ചിട്ടുള്ളത്. മാതാവിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഈ സമയങ്ങളിൽ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് അവസരം ഉണ്ടാക്കി. പിന്നീട് ഞാൻ അൾത്താര അവിടെ സെറ്റ് ചെയ്തു. അൾത്താരയില് കർത്താവിന്റെ 3 അവസ്ഥകളാണ്: പരിശുദ്ധാത്മാവും, കുരിശുമരണവും, തിരുഹൃദയവും, ഔഷപിതാവും മാതാവും. ഇങ്ങനെ ഒരു 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 പ്രത്യേകമായിട്ട് എനിക്ക് അനുഭവിച്ച് ഞാൻ കിട്ടിയ ഒരു സന്ദേശം അനുസരിച്ച് ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് വീട്ടില് പ്രാർത്ഥന മുറി തന്നെയാണെന്നുള്ള ഒരു ചിന്ത എനിക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ഈ കാലഘട്ടത്തിലെ ഭവനങ്ങൾ പണിയുന്ന വ്യക്തികളോട് എന്താണ് ജെയിംസ് ചേട്ടന് പറയാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? നമ്മള് വീട് എന്ന് പറയുന്നത് നമുക്ക് സ്വസ്ഥത തരുന്ന ഒരു സ്ഥലം, സ്വസ്ഥത തരേണ്ട സ്ഥലം. അപ്പൊ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവുമായി ഒരു ആശയവിനിമയം നടത്താനും, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ നടക്കണം, എന്തൊക്കെ പോകണം, എന്തൊക്കെ സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കർത്താവുമായി ഷെയർ ചെയ്യാനും പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിച്ചം അതിലേക്ക് നൽകാനും അത് തന്നെ ഉപകരിക്കും. ഇത് രാത്രിയിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചാണ് അവിടെ ചെല്ലാറ്. അത് കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കും. വളരെ ശാന്തമായി ഇങ്ങനെ ധ്യാനിക്കാനും കർത്താവിനിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്താനും, ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അതിൽ എനിക്ക് വന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കർത്താവുമായിട്ട് ഷെയർ ചെയ്യാനും, മറ്റാരോടും പറയാതെ കൊണ്ടു നടക്കുന്ന ചിന്തകൾ കർത്താവുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. നമ്മുടെ വീടുകളിൽ ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു, ഒരു രൂപം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അന്യം നിന്ന് പോയി. അപ്പൊ അതിൽ എനിക്കത് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനും കുടുംബവും എല്ലാം അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ആത്മീയ നിർവ്വതയില് കർത്താവുമായിട്ട് സംസാരിക്കാനൊക്കെ സമാധാനത്തിന്റെ അന്തരീക്ഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനും അത് നമുക്ക് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും അതിലൂടെ നമുക്ക് സാധിക്കും.